അമേരിക്കയ്ക്ക് ഇറാനെ പേടിയാണോ? ആ പേടി ഉള്ളത് കൊണ്ടാണോ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ മുൻകൈ എടുക്കുന്നത്? യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക വിചാരിച്ചത് ഇറാനിലേക്ക് വളരെ ശക്തമായ മിസൈലുകൾ തൊടുത്തുവിടുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ലീഡേഴ്സിനെ ഇല്ലാതാക്കുകയും ചെയ്താൽ കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ ഇറാൻ സറണ്ടർ ആകുമെന്നാണ് അമേരിക്ക വിചാരിച്ചത്. പക്ഷെ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അമേരിക്ക എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ പവർഫുള്ളായി തന്നെയാണ് ഇറാൻ തിരിച്ചടിച്ചത്. അമേരിക്ക വിചാരിച്ചേക്കാളും വലിയ പവർഫുൾ മിസൈൽസും സൈനിക ശേഷിയും ഇറാന്റെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ ഇത് അമേരിക്കയും ഇറാനും ഇസ്രായേലിനും മാത്രമല്ല ലോകത്തെ തന്നെ സാരമായി ബാധിക്കുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം അമേരിക്കയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കടമുള്ള രാജ്യവും അമേരിക്ക തന്നെയാണ്. ഇങ്ങനെ തുടർന്നു പോയാൽ അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയും കുത്തനെ ഇടിയുമെന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം. അതുമാത്രമല്ല, ഹോർമോസ് കടലിടുക്ക് ലോകത്തിലെ 1/3 കപ്പൽ ഗതാഗതം പോകുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഹോർമോസ് കടലിടുക്ക്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇറാന്റെ കൺട്രോളിലാണ്. യുദ്ധം ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ അതിലൂടെയുള്ള എല്ലാ പാതയും എല്ലാ കപ്പൽ ഗതാഗതവും ബ്ലോക്ക് ചെയ്യുമെന്ന് ഇറാൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്കുള്ള ക്രൂഡ് ഓയിൽ ആണെങ്കിലും മറ്റു പല വസ്തുക്കളാണെങ്കിലും കടൽ മാർഗം എത്താൻ സാധ്യത വളരെ കുറവാണ്. സാധ്യത കുറവാണെന്നല്ല, അത് നടക്കില്ല. അതുപോലെ തന്നെ അതിലൂടെ വരുന്ന കപ്പലുകളെ ഇറാൻ നശിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തെ തന്നെ, ലോകത്തിന്റെ സാമ്പത്തിക ശേഷിയെയും ലോകത്തിന്റെ ഊർജ സംരക്ഷണത്തെയും സാരമായി തന്നെ ബാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ യുദ്ധം നിർത്തലാക്കാൻ വേണ്ടി അമേരിക്ക തന്നെ ഇപ്പോൾ മുൻകൈ എടുക്കുന്നത്.